ഹായ്, നമുക്കിന്നൊരു ചാള ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഈ ചാളക്കുട്ടന്മാരേനെയൊക്കെ ഒന്ന് റിച്ചാക്കാമെന്ന് വിചാരിച്ചു. എന്നും വറുത്ത് കഴിക്കണ പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മടുക്കില്ലേ നമുക്ക്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് ഈ ചാളക്കുട്ടന്മാരേനെല്ലാം ക്ലീൻ ചെയ്ത് അതിലേക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി, സബോള എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് അതൊക്കെ എടുത്ത് വെക്കുക. ആ സമയം കൊണ്ട് ഈ ചാളയിൽ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം. നന്നായിട്ട് മുരുമുരുന്നനെ ആവില്ലേ, അതേപോലെ ഫ്രൈ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതെടുത്ത് മാറ്റി വയ്ക്കുക. ചാള ഫ്രൈ ചെയ്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് സബോള ഇടുക. സബോള മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് കുറച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇടാം. തക്കാളിയുടെ നീര് മാത്രം മതി കേട്ടോ. അതിലേക്ക് പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമുക്ക് ചാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല ചേർക്കണ്ട, അത്രയ്ക്ക് റിച്ച് ആവണ്ട. മസാല ചേർക്കാണ്ട് ഉണ്ടാക്കിയാൽ മതി. കുരുമുളക് പൊടി ചേർക്കണ്ടല്ലോ, അത്ര മതി. എന്നിട്ട് ഈ ചാളയും കൂടി ചേർത്തിട്ട് നല്ല സിമ്മിലിട്ടിട്ട് വേവിക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടാ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മതി നമുക്ക് ചോറുണ്ണാൻ, അത്രയ്ക്കും ടേസ്റ്റാണ്. എന്നും ഒരേപോലെ വറുത്ത് കഴിക്കുമ്പോൾ മടുക്കില്ലേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കട്ടാ. എന്നെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.